അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാലത്തിൻ വകുല്ല ളലാലത്തിൻ ഫിന്നാർ. നമ്മളിന്ന് ഇൻഷാ അല്ലാഹ് സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം അൽ ഖനാഅ എന്നതിനെക്കുറിച്ചാണ്. ഖനാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. ആ സ്വഭാവം നമ്മുടെ അഖ്ലാഖിൻ്റെ ഭാഗമായി മാറിയാൽ, ആ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വലിയ നിർഭയത്തായിരിക്കും, അതുപോലെ തന്നെ സമാധാനമായിരിക്കും, സന്തോഷമായിരിക്കും, ആശ്വാസമായിരിക്കും. പലപ്പോഴുള്ള അമിതമായ ഉത്കണ്ഠകളും അതുപോലുള്ള പ്രയാസങ്ങൾക്കൊക്കെ അത് പരിഹാരമായിരിക്കും. എന്താണ് ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ? ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നതിൽ തൃപ്തിപ്പെടാൻ സാധിക്കലാണ് ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നതിൽ, തന്ന റിസ്ഖിൽ എന്താണോ അല്ലാഹു നമുക്ക് തന്നത് അതിൽ തൃപ്തിപ്പെട്ട് പരാതിയില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നതിനെയാണ് അൽ ഖനാഅത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമുക്കറിയാം. അല്ലാഹു നമ്മുടെ വിഷയത്തിൽ നമുക്കുള്ള അറിവിനേക്കാൾ നമ്മുടെ കാര്യത്തിൽ ഇൽമുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ കാര്യത്തിൽ നമ്മുടെ നഫ്സിനോട് നമുക്കുള്ള റഹ്മത്തിനേക്കാൾ നമ്മളോട് റഹ്മത്തുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു നമുക്കൊരു കാര്യം തന്നിട്ടുണ്ടെങ്കിൽ, അല്ലാഹു നമുക്കൊരു റിസ്ഖ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്ക് തന്നിട്ടുള്ള, നമ്മുടെ കൈവശമുള്ള അതിൽ നമുക്ക് അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുയോജ്യമായതാണ് തന്നത് എന്നാലോചിച്ച് തൃപ്തിപ്പെടാൻ സാധിക്കണം. ഇതാണ് അൽ ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ. ഈ ഖനാഅത്ത് കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? ഖനാഅത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഫവായിദുകൾ എന്തൊക്കെയാണ്? ഉലമാക്കൾ പറയുന്നത് കാണാൻ സാധിക്കും. ഒന്നാമത്തേത് അൽ ഹയാത്തു ത്വയ്യിബ, നല്ലൊരു ജീവിതം, സന്തോഷകരമായ സന്തുഷ്ടകരമായൊരു ജീവിതം സാധ്യമാകും എന്നുള്ളതാണ്. ഖനാഅത്ത് ഉണ്ടെങ്കിൽ സന്തോഷമുള്ള ജീവിതം നമുക്കുണ്ടാകും എന്നുള്ളതാണ്. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറഞ്ഞു, മൻ ഖനഅ ത്വാബ ഐഷു, ആരെങ്കിലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ അവൻ്റെ ജീവിതം സന്തോഷമുള്ളതാകും, നല്ലതാകും. വമൻ ത്വമിഅ ത്വാല ത്വയ്ഷു, ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളുമായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അലച്ചിലും അവൻ്റെ ഗതിയില്ലാത്ത അവസ്ഥയൊക്കെ അത് നീണ്ടുപോകും. അപ്പോൾ ഖനാഅത്ത് ഉണ്ടെങ്കിൽ ജീവിതം സന്തോഷമുള്ള ജീവിതമായി മാറൂന്ന് മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഗുണം ശുക്രുൽ മുൻഇം. ശുക്രുൽ മുൻഇം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി ചെയ്യാൻ സാധിക്കുന്നത്. അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. അള്ളാഹുവിന് നന്ദി ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴാണ്? അള്ളാഹു തന്നതിൽ നമുക്ക് തൃപ്തി ഉണ്ടാകുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുൻ വരിഅൻ തകുൻ അഅബദന്നാസ്, നീ വറഉള്ളവനാകണം എങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആബിദായ ആളായി മാറാൻ നിനക്ക് സാധിക്കും. ഇബാദത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുന്ന ആളായി മാറാൻ നിനക്ക് സാധിക്കും. നല്ലൊരു ആബിദായി മാറാൻ നിനക്ക് സാധിക്കും. എങ്ങനെയാണെങ്കിൽ? നീ വറഉള്ളവനാണെങ്കിൽ. വറ എന്ന് പറഞ്ഞാൽ ഹറാമിലേക്ക് എത്തുമെന്ന് ഭയപ്പെട്ട് അനുവദനീയമായ കാര്യങ്ങളെ വരെ ഒഴിവാക്കുന്നതിനെയാണ് വറ എന്ന് പറയുന്നത്. അങ്ങനെ വറഉള്ള ആളാണ് നീയെങ്കിൽ നിനക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും അഅബദായ, ഏറ്റവും ആബിദായ മനുഷ്യനായി മാറാൻ സാധിക്കും. വകുൻ ഖനിഅൻ, നമ്മുടെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകുൻ ഖനിഅൻ തകുൻ അഷ്കറന്നാസ്, നീ ഖനാഅത്തുള്ളവനാവുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ സാധിക്കുന്നവനാവുക എങ്കിൽ തകുൻ അഷ്കറന്നാസ്, നിങ്ങൾക്ക് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശുക്റുള്ളവനായി തീരാൻ, അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവനായി തീരാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പം നന്ദി ഉണ്ടാവണമെങ്കിൽ,
നന്ദി നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവമായി മാറണമെങ്കിൽ, അള്ളാഹുവിനോട് നന്ദിയുള്ളവർ ആയിത്തീരാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഖനാഅത്ത് ഉള്ളവരാകണം എന്നുള്ളതാണ്. മൂന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇമാം മുസ്ലിം സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഖദ് അഫ്ലഹ മൻ അസ്ലം, ഖദ് അഫ്ലഹ മൻ അസ്ലം വറുസിഖ കഫാഫ, തീർച്ചയായും വിജയിച്ചിരിക്കുന്നു, ഇസ്ലാം സ്വീകരിക്കുകയും വേണ്ട മതിയായ റിസ്ഖ് ലഭിക്കുകയും വഖന്നഅഹു അല്ലാഹു ബിമാ ആതാഹ്, അള്ളാഹു നൽകിയതിൽ സംതൃപ്തി കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തവൻ, അങ്ങനെയുള്ള ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖനാഅത്തുള്ളവരെ കുറിച്ച്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അവൻ വിജയിച്ചു എന്നാണ്. അപ്പോൾ വിജയം, ഫലാഹ്, അത് നേടാൻ കാരണമാകുന്ന കാര്യമാണ് ഖനാഅത്ത് എന്നുള്ളത്. നാലാമത്തെ കാര്യം, നമ്മുടെ ഹൃദയത്തിനെ നശിപ്പിക്കുന്ന ഒരുപാട് തിന്മകളുണ്ട്. അസൂയ പോലെ, അതുപോലെ തന്നെ പക പോലെ, ഗീബത്ത്, കളവ് പറയൽ, അതുപോലുള്ള പല തിന്മകളുടെയും അടിസ്ഥാനം എന്താണ്? മറ്റുള്ളവരോടുള്ള അസൂയയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മറ്റുള്ളവർക്കുള്ള വിഭവങ്ങൾ, മറ്റുള്ളവർക്ക് ലഭിച്ചതിലുള്ള അസൂയയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പലപ്പോഴും നമുക്ക് വിദ്വേഷത്തിനും ഗീബത്ത് പറയാനും കളവ് പറയാനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രേരകമാകുന്നത്. അപ്പോൾ അള്ളാഹു നൽകിയതിൽ സംതൃപ്തിപ്പെടാൻ സാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹു എന്താണോ നൽകിയത് അതിൽ സംതൃപ്തി കണ്ടെത്താൻ സാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് പിന്നെ മറ്റുള്ളവരുടെ അസൂയ ഉണ്ടാകൂല. മറ്റുള്ളവരെ കുറിച്ച് പലപ്പോഴും ഗീബത്ത് പറയുന്ന നല്ലൊരു ശതമാനം കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കളവിൽ നിന്നും അതുപോലെ തന്നെ പകയിൽ നിന്നുമൊക്കെ ഒരു പരിധിവരെ സംരക്ഷണം ലഭിക്കും ഖനാഅത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ. കാരണം ഖനാഅത്തുള്ളവൻ അള്ളാഹു അവന് വീതിച്ച് നൽകിയതിൽ സംതൃപ്തിയുള്ളവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ബാക്കിയുള്ളവരുടേക്ക് നോക്കാനോ അതിനെക്കുറിച്ച് ആലോചിക്കാനോ ചിന്തിക്കാനോ അവനക്ക് അതിൻ്റെ ആവശ്യം വരൂല എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം, അന്നഹ തൂരിസുൽ ഗിന, ഖനാഅത്ത് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ഐശ്വര്യം ലഭിക്കുമെന്നുള്ളതാണ്. സമ്പന്നത, ഹൃദയത്തിന് ഐശ്വര്യം ലഭിക്കുമെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂസർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ അബാസർ അതറാ കസ്റത്തൽ മാലി ഹുവൽ ഗിന, ഒരുപാട് ധനമുണ്ടാകുന്നത് സമ്പന്നതയാണ്, ഐശ്വര്യമാണ് എന്ന് നീ കരുതുന്നുണ്ടോ? മഹാനായ അബൂസർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മനസ്സിലാക്കിയത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഖുൽതു നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, സമ്പത്തുണ്ടാകുന്നത് ഐശ്വര്യം തന്നെയാണ് എന്ന രൂപത്തിൽ മഹാനായ അബൂസർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫതറാ ഖില്ലത്തൽ മാലി ഹുവൽ ഫഖർ, അപ്പോൾ നീ സമ്പത്ത് കുറയുന്നതിനെ ദാരിദ്ര്യമായി നീ കാണുന്നുണ്ടാവുമല്ലേ എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ ഖുൽതു, അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ശരിയാണ്, സമ്പത്ത് കുറയുന്നത് ദാരിദ്ര്യം തന്നെയാണ് റസൂലെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമൽ ഗിനൽ ഖൽബ്, യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം, സമ്പന്നത എന്ന് പറയുന്നത് ഖൽബിന്റെ സമ്പന്നതയാണ്, ഖൽബിന്റെ ഐശ്വര്യമാണ്. വൽ ഫഖ്റു ഫഖ്റുൽ ഖൽബ്, ഹൃദയത്തിന്റെ ദാരിദ്ര്യമാണ് യഥാർത്ഥ ദാരിദ്ര്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു. അപ്പം ഖനാഅത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് ജീവിക്കാൻ, പരാതിയില്ലാതെ അതിൽ ആശ്വാസം കണ്ടെത്തി ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഹൃദയത്തിന് ഗിന ഉണ്ടാകുമെന്നാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഖനാഅത്ത് നേടിയെടുക്കാം, അതുകൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. എങ്ങനെ നമുക്ക് ഖനാഅത്തുള്ളവരായി മാറാൻ സാധിക്കുമെന്നുള്ളതാണ് ഉലമാക്കൾ പറഞ്ഞു തരുന്നു. ഒന്നാമത്തെ കാര്യം, അൽ ഇക്സാറു മിൻ സുആലില്ലാഹിൽ ഖനാഅ. ഒന്നാമത്തെ കാര്യം എന്താ? അൽ ഇക്സാറു മിൻ സുആലില്ലാഹിൽ ഖനാഅ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ധാരാളമായി ഖനാഅത്ത് ലഭിക്കാൻ വേണ്ടി ചോദിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചാൽ നൽകുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചാൽ, ഭരമേൽപ്പിച്ചാൽ നമ്മളെ ഏറ്റെടുക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചാൽ നൽകും. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅ, പ്രയാസപ്പെടുന്നവൻ വിളിച്ചു തേടിയാൽ ഉത്തരം നൽകുന്നവൻ അള്ളാഹു അല്ലാതെ ആരുണ്ടെന്നാണ് അള്ളാഹു ചോദിക്കുന്നത്.
അതുപോലെ തന്നെ ഒരുപാട് ആയത്തിലൂടെ, ഒരുപാട് ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാൻ, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ കൽപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തേത് ഖനാഅത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക്, ഖനാഅത്തിന്റെ ശ്രേഷ്ഠതയെ, ഫവായിദിനെ കുറിച്ച് ധാരണ വന്ന സ്ഥിതിക്ക് നമ്മൾ ആഗ്രഹിക്കും ഖനാഅത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അള്ളാഹുവിനോട് ദുആ ചെയ്യലാണ്. രണ്ടാമത്തേത് രണ്ടാമത്തെ കാര്യം അൽ യഖീനു ബി അന്ന റിസ്ഖ മക്തൂബുൻ. അൽ യഖീനു ബി അന്ന റിസ്ഖ മക്തൂബുൻ. നമ്മൾ ദൃഢമായ വിശ്വാസമുള്ള ആളുകളായിരിക്കണം. എന്ത്? നമ്മുടെ റിസ്ഖ് അത് രേഖപ്പെടുത്തപ്പെട്ടതാണ് എന്ന ദൃഢമായ വിശ്വാസം നമുക്കുണ്ടാകണം. ആ ഒരു വിശ്വാസം, അള്ളാഹു എൻ്റെ റിസ്ഖ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ, സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ സാധിക്കും. അർബഊന നബവിയിലൊക്കെ വായിച്ചിട്ടുള്ള ഹദീസായിരിക്കും അല്ലെ. എന്താണ്? നമ്മൾ ഗർഭത്തിലായിരിക്കുന്ന സമയത്ത് 4 കാര്യങ്ങൾ രേഖപ്പെടുത്തും. അതിലൊന്നെന്താ? റിസ്ഖാണ്. റിസ്ഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്, രേഖപ്പെടുത്തി കഴിഞ്ഞ വിഷയമാണ് എന്ന കൃത്യമായ ഉറപ്പും വിശ്വാസവും നമുക്കുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തീർച്ചയായിട്ടും ഖനാഅത്ത് ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകളെ നിസാരമായി കാണാതിരിക്കാൻ അതാണ് ഏറ്റവും അനിവാര്യമായത്, അതാണ് ഏറ്റവും വേണ്ട കാര്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ നമ്മൾ എന്താവണം? ദുനിയാവിൻ്റെ വിഷയത്തിൽ എപ്പോഴും നമ്മളെക്കാൾ താഴെ ഉള്ള ആളുകളിലേക്കാണ് നോക്കേണ്ടത്, ഒരിക്കലും നമ്മളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കരുത്. അങ്ങനെ നോക്കിയാൽ എന്താ ഉണ്ടാവുക? നിരാശ ആയിരിക്കും ഉണ്ടാകുക. അങ്ങനെ നോക്കിയാൽ എന്താ ഉണ്ടാവുക? അള്ളാഹു നമുക്ക് നൽകിയതിൽ സംതൃപ്തി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കൂല. അതുകൊണ്ട് റസൂലിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്ത്? നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നോക്കൂ, മുകളിലുള്ളവരിലേക്ക് നോക്കാൻ പാടില്ല എന്നുള്ളത്. ഇനി നമ്മൾ നോട്ടങ്ങളെ കുറിച്ച് അല്ലെ പഠിച്ചിട്ടുണ്ടാകും. നോട്ടങ്ങളുടെ കൂട്ടത്തിൽ ഹറാമായ നോട്ടങ്ങളുണ്ട്, പിന്നെ നോക്കൽ മുസ്തഹബായ നോട്ടങ്ങളുണ്ട് അല്ലെ. അതുപോലെ തന്നെ നോട്ടങ്ങളുടെ കൂട്ടത്തിൽ പെട്ട മറ്റൊന്നാണ് ഫുദൂലുൻ നദർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംസാരമില്ലേ, നമ്മുടെ സംസാരത്തിൽ ഹറാമായ സംസാരമുണ്ട്, ഹലാലായ സംസാരമുണ്ട്, അതുപോലെ തന്നെ പ്രതിഫലാർഹമായ സംസാരമൊക്കെ ഉണ്ട് അല്ലേ. എന്നാൽ സംസാരത്തിൻ്റെ കൂട്ടത്തിൽ ഫുദൂലുൽ കലാം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ ഹറാമൊന്നുമല്ല, പക്ഷേ എന്താണ്, അനാവശ്യമായിരിക്കും. പ്രത്യേകിച്ച് ദുനിയാവിനോ ആഖിറത്തിനോ ഒരു ഉപകാരവും ഇല്ലാത്ത തമാശ പറയുന്നതിന് പോലും ഉപകാരമുണ്ട്. ഇത് ഖാലിസുറൂറിൻ്റെ നിയ്യത്തുണ്ടെങ്കിൽ, മറ്റൊരാൾക്ക് സന്തോഷം പകരുക എന്ന നിയ്യത്തുണ്ടെങ്കിൽ, ഷർത്തുകൾ അനുസരിച്ചുള്ള തമാശ അതിനും പ്രതിഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് ഖാലിസുറൂർ, മറ്റുള്ളവർക്ക് സന്തോഷം പകരൽ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ്. ആ ഒരു നിയ്യത്തോടു കൂടെയാണെങ്കിൽ, ഷർത്തുകൾ അനുസരിച്ച് നിർവഹിക്കുകയാണെങ്കിൽ തമാശ പോലും പലപ്പോഴും നല്ല കാര്യമായിട്ട് വരും. എന്നാൽ അതുപോലും അല്ലാത്ത ഫുദൂലുൽ കലാം, ഒരു ഉപകാരവും ഇല്ലാത്ത വർത്താനങ്ങളില്ലേ, അങ്ങനെയുള്ള വർത്താനങ്ങൾ ചിലപ്പോൾ ഹറാമായിരിക്കൂല, പക്ഷെ അത് ഒഴിവാക്കാണ് സത്യവിശ്വാസി വേണ്ടത്. എന്ന് പറഞ്ഞതുപോലെ ഈ ഫുദൂലുൻ നദർ ഉണ്ട്, നോട്ടത്തിൽ ഹറാമല്ല പക്ഷെ അനാവശ്യമായ നോട്ടം. ഏതുപോലെയെന്ന് വെച്ചാൽ, ഇപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ വലിയ വീടൊക്കെ കാണുമ്പോൾ വെറുതെ ആ വീട്ടിലേക്ക് നോക്കുക, അല്ലെങ്കിൽ വലിയ കാറ് കാണുമ്പോൾ കാറിനെ കുറിച്ച് അറിയാൻ നോക്കുന്നതിലുപരി ഒരു നിരാശയോട് കൂടിയിട്ട് ആ രൂപത്തിൽ നോക്കൂലേ, അതുപോലുള്ള നോട്ടങ്ങൾ ഫുദൂലുൻ നദർ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള നോട്ടങ്ങൾ നമ്മൾ നോക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള നോട്ടങ്ങൾ നോക്കുമ്പോൾ ഈ ഖനാഅത്ത് നമുക്ക് ചിലപ്പോൾ നഷ്ടമാകും അല്ലേ. ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് ജീവിക്കേണ്ടവനായ സത്യവിശ്വാസി വെറുതെ കാര്യമില്ലാത്തേക്ക് നോക്കി,
വെറുതെ നിരാശപ്പെട്ട് വിഷമിച്ച് ആകെ ബേജാറാകും. അപ്പോൾ അങ്ങനെയുള്ള നോട്ടങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന് നമ്മൾ ഖനാഅത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യം ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറഞ്ഞു, അൻ യുക്സിറ തഫക്കുറഹു ഫി തനഉമിൽ യഹൂദി വന്നസാറ വഅറാദിലിൻ നാസി വൽ ഹംഖ ثم ينظر إلى أحوال الأنبياء والصالحين. ഇബ്നു ഖുദാമ പറയാണ്, ഖനാഅത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ധാരാളമായി ജൂതന്മാർക്കും നസ്രാനികൾക്കും അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അറാദിലുകളായ വളരെ മോശക്കാരായ പലിശക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു നന്മയില്ലാത്ത വൃത്തികെട്ട ആൾക്കാരില്ലേ, അങ്ങനെയുള്ള ആളുകൾ, വൽ ഹംഖ ദീനിനെക്കുറിച്ച് ബോധമില്ലാത്ത വിഡ്ഢികളായ ആൾക്കാർ, അവരനുഭവിക്കുന്ന ആനന്ദങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ജൂതന്മാർ അല്ലേ, പല സാങ്കേതിക വിദ്യകളും അവരുടെ കയ്യിലാണ്. ലോകത്ത് മുന്തി നിൽക്കുന്ന പല ഉൽപ്പന്നങ്ങളും അവരുടേതാണ്. അവരുടെ രാജ്യത്തുള്ള സൗകര്യങ്ങളും സുഖങ്ങളും അത് വളരെ വലുതാണ് ആപേക്ഷികമായി നോക്കുമ്പോൾ അല്ലേ. നസ്രാനികളുടെ രാജ്യങ്ങളിൽ അതുപോലെ തന്നെ തിന്മയും വ്യഭിചാരവും വൃത്തികേടെല്ലാം സാർവത്രികമായ ഒരു പ്രശ്നമല്ലാത്ത നാടുകളിലൊക്കെ അവരനുഭവിക്കുന്ന തനഉമുണ്ട് എന്ന് പറയുമ്പോൾ അത് ഖൽബിയായി നോക്കുകയാണെങ്കിൽ അതൊന്നുമല്ല, അത് വേറെ വിഷയം. പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന വിഭവത്തിൻ്റെ സമൃദ്ധി കൊണ്ടുള്ള ഒരു ആനന്ദവും വർധനവും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇബ്നു ഖുദാമ പറയാണ്, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. എന്നിട്ട് എന്താവണം? സുമ്മ യൻദുറു ഇലാ അഹ്വാലിൽ അംബിയാഇ വസ്സാലിഹീൻ. പിന്നെ ആരിലേക്ക് നോക്കണം? ആരെക്കുറിച്ച് ചിന്തിക്കണം? അംബിയാക്കളെ കുറിച്ച് ചിന്തിക്കണം, സാലിഹീങ്ങളെക്കുറിച്ചും ചിന്തിക്കണം. എന്നിട്ട് ആലോചിക്കുക, ആരെപ്പോലെ ആവണം, ആരുടെ പാതയിലാണ് നമ്മൾ ഉണ്ടാവേണ്ടത്, ആരുടെ അവസ്ഥ നമുക്ക് വരുന്നതിലാണ് ഖൈറുള്ളത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണമെന്ന് ആര് പറയാണ്? ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാൻ സാധിക്കും അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, എന്നെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശന്നിട്ട് സഹിക്കാൻ പറ്റാതെ ചരൽക്കല്ലുകൾ ചേർത്ത് വെച്ച് കെട്ടിയിട്ടുണ്ട് വയറിൽ. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, താഴ്ന്ന ഇനം ഈത്തപ്പഴം, വളരെ താഴ്ന്ന ഇനം ഈത്തപ്പഴം കൊണ്ട് പോലും നല്ല രൂപത്തിൽ ഭക്ഷണം കഴിക്കാനില്ലാത്ത രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിട്ടുണ്ട്. തുടർച്ചയായി ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ അടുപ്പത്ത് വെക്കാൻ മാത്രമുള്ള ഭക്ഷണമൊന്നും ഉണ്ടായിട്ടില്ല. വെള്ളവും ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കണ്ടല്ലോ, നിങ്ങൾ എന്താണ് ആ സമയത്ത് കഴിച്ചിരുന്നത്? അൽ അസ്വദ എന്നാണ് പറഞ്ഞത്. വെള്ളവും അതുപോലെ തന്നെ ഈത്തപ്പഴവും കഴിച്ചിട്ട്, അത് മാത്രം കഴിച്ചിട്ട് ദിവസങ്ങളോളം അവർ ജീവിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ സ്വഹാബത്തിൻ്റെ ജീവിതം അല്ലേ, നമുക്കറിയാം, നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. പിന്നെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നടന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശപ്പ് സഹിക്കാൻ പറ്റാതെ പുറത്തിറങ്ങി നോക്കുമ്പോൾ വഴിയിൽ രണ്ടുപേരെ രാത്രി കാണാണ്. രാത്രി പുറത്തിറങ്ങി നോക്കുമ്പോൾ രണ്ടുപേരെ കാണാണ്. ആരാ രണ്ടുപേര്? ഒന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ നിങ്ങളെന്തേ പുറത്തേക്ക് ഇറങ്ങിയതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ തിരിച്ചു പറഞ്ഞ മറുപടി എന്താ? റസൂലെ, അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണോ പുറത്തിറങ്ങിയത്, എന്ത് കാര്യത്തിലാണോ പുറത്തിറങ്ങിയത്, അതേ വിഷയം കൊണ്ട് തന്നെയാണ് ഞങ്ങളും പുറത്തിറങ്ങിയത്. വിശപ്പാണെന്നുള്ള അർത്ഥത്തിൽ അവർ മറുപടി പറയുകയും ഒക്കെ ചെയ്യുന്ന സംഭവം ചരിത്രത്തിൽ, ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഭൂമി നടന്നവരിൽ, ഈ മണ്ണ് ചവിട്ടിയവരിൽ ഏറ്റവും ഉത്തമരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ഒരു മനുഷ്യനുണ്ടെങ്കിൽ അതിലേറ്റവും ശ്രേഷ്ഠരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അവരുടെ ജീവിതമാണിത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലേ, റളിയല്ലാഹു അൻഹും അല്ലാഹു പറഞ്ഞ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ ഈ അടുത്ത് പറഞ്ഞിരുന്നു അല്ലേ. അദ്ദേഹം മസ്ജിദിൽ ബോധരഹിതനായിട്ട് വീഴും. ആളുകൾ ജിന്ന് ബാധിച്ചതാണെന്ന് കരുതിയിട്ട് കഴുത്തിൽ കാലു വെക്കും. അദ്ദേഹം പറയാണ്, എനിക്കൊരു ജിന്നുബാധയില്ല, മാ ബി മിൻ ജുനൂൻ, എനിക്കൊരു ഭ്രാന്തുമില്ല, എനിക്കൊരു ജിന്നുബാധയില്ല, മാ ബി ഇല്ലൽ ജൂ, വിശപ്പ് കൊണ്ടാണ് ഞാൻ
വീണിരുന്നത് എന്ന് അദ്ദേഹം പറയാറുണ്ടെന്നാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വയറ്റത്ത് വിശപ്പ് കൊണ്ട് കല്ല് വെച്ച് കെട്ടിയ സംഭവമുണ്ട്. അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം വിശന്നിട്ട് ഖുർആനിലത്തെ ആയത്തിനെ കുറിച്ച് സംശയം ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞില്ല അല്ലേ? അപ്പോൾ അത്രയും വിശപ്പ്, അങ്ങനെ വിശപ്പ് അനുഭവിച്ച് പ്രയാസം അനുഭവിച്ച് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ട്. ഇപ്പുറത്ത് നസ്രാനികളും ജൂതന്മാരും മറാദിനുന്നാസും ഹംകകളുമായ ആൾക്കാർ ഒരു സൈഡിലുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് എന്തെങ്കിലും വിഭവത്തിലൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ ആരുടെ പാതയിലാവുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുക എന്നുള്ളതും ഖനാഅത്ത് നമുക്ക് ഉണ്ടാക്കി തരുന്ന കാര്യമായിട്ട് ഉലമാക്കൾ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഖനാഅത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട സ്വഭാവമാണ്. ഖനാഅത്തിലൂടെ ഒരുപാട് ദൂഷ്യ സ്വഭാവങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. ഖനാഅത്തിലൂടെ നമ്മളെ സൃഷ്ടിച്ച റബ്ബിന് നന്ദിയുള്ളവരായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ഖനാഅത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുള്ള വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഖനാഅത്തിന് ഒരുപാട് ശ്രേഷ്ഠതകൾ, അള്ളാഹുവിനെ ഏറ്റവും ശുക്ർ ചെയ്യുന്നവരായി മാറാനൊക്കെ നമുക്ക് സാധിക്കും. നമ്മൾ പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഖനാഅത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവാൻ നമ്മൾ ശ്രമിക്കുക. അതിന് പറയപ്പെട്ട അസ്ബാബുകൾ, അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ, അത് പരമാവധി നമ്മൾ പ്രവർത്തിക്കുക. ഖനാഅത്ത് നമ്മുടെ സ്വഭാവമായിട്ട് മാറട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലൈഹി വസല്ലം.